ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DV MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ അമേരിക്കയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. ഫെബ്രുവരി മാസത്തെ സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷെ മാർക്കറ്റുകൾ കാര്യമായ നെഗറ്റീവ് റിയാക്ഷൻ ഒന്നും കാണിച്ചിട്ടില്ല. മറിച്ച് ഗോൾഡ് മാത്രമാണ് ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണിച്ചത്. 3.2% കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അമേരിക്കയിൽ പുറത്തു വന്നിരുന്നത്. ജനുവരി അത് 3.1% ആയിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 3.1% തന്നെയായിരുന്നു. സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻ ആണ്. പക്ഷെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $30-35 പെർ ഔൺസ് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ $2166.1 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ്. അതുപോലെ തന്നെ ബ്രൻഡ് ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഇന്ന് മോർണിംഗിൽ ആ റേഞ്ചിൽ തന്നെയാണ് ബ്രൻഡ് ക്രൂഡ് ഓയിലും ട്രേഡ് ചെയ്യുന്നത്. അറൗണ്ട് $82.25 പെർ ബാരലിനാണ്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ അല്ലെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് കാണുന്നത്. അമേരിക്കയിൽ ഇന്നലെ CPI ഡാറ്റ വന്നതിന് ശേഷം ഡൗ ജോൺസ് ഇൻഡെക്സ് 235.83 പോയിന്റ് ബെറ്റർ ആയിട്ടും S&P 57.33 പോയിന്റ് ബെറ്റർ ആയിട്ടും നാസ്ഡാക്ക് 246.36 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റസൽ 2000 2.93 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 13.84 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നൊരു പോസിറ്റീവ് ട്രെൻഡിനെയാണ്. കഴിഞ്ഞ ദിവസം ഇതിന് മുമ്പത്തെ ദിവസം 14.74 ആയിരുന്നു. ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകളും ജാപ്പനീസ് മാർക്കറ്റുകളും ഒക്കെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ഇൻഡിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മളൊരു ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. വൊളാറ്റിലിറ്റി മാർക്കറ്റിലുണ്ടാവാം. അടുത്ത ദിവസങ്ങളിൽ പാർലമെൻറ്റ് ഇലക്ഷൻ ഡേറ്റുകളൊക്കെ ഡിക്ലെയർ ചെയ്യാം. ആ ഡിക്ലറേഷന് ശേഷമായിരിക്കാം ഒരുപക്ഷെ മാർക്കറ്റിൽ ഒരു പ്രീ ഇലക്ഷൻ റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ഒരു വോളറ്റൈൽ ട്രെൻഡാണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ HG ഇൻഫ്രാടെക്കിന് സെൻട്രൽ റെയിൽവേയിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ട് 706 കോടി രൂപ ഓർഡറാണ്. ട്രാക്ക് ഡബിൾ ചെയ്യാനുള്ളൊരു ഓർഡറാണ്. അതുപോലെ തന്നെ CG പവറിൻ്റെ സബ്സിഡിയറി CG സെമി പ്രൈവറ്റ് ലിമിറ്റഡ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ അവരുടെ സെമി കണ്ടക്ടർ കമ്പനിക്കായിട്ട്. പോസിറ്റീവ് ന്യൂസാണ്, ഓൾറെഡി അനൗൺസ് ചെയ്ത ന്യൂസാണ്. അതോടൊപ്പം തന്നെ അയൺ ഓർ പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. NMDCനെ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ അതിൻ്റേതായൊരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ കാണാൻ ചാൻസസ് ഉണ്ട് NMDC പോലുള്ള ഓഹരികളിൽ. ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനി 3.5% ITCയിൽ വിൽക്കാൻ പോകുന്നത്. 384,400.25 അതായത് 384 രൂപ അല്ലെങ്കിൽ 400 രൂപ 25 പൈസയ്ക്കാണ് അവർ 3.5% സ്റ്റേക്ക് വിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് 29%. അത് 25.5% കുറയ്ക്കാൻ പോവുകയാണ്. അടുത്ത ഒരു ബ്ലോക്ക് ഡീൽ വരികയാണെങ്കിൽ ഇത് 6 മാസത്തിന് ശേഷമാണ് ഉണ്ടായിരിക്കുള്ളൂ. വോഡാഫോൺ പറയുന്ന അടുത്ത 2-2.5 വർഷത്തിനുള്ളിൽ 40% റവന്യൂ 5Gയിൽ നിന്നായിരിക്കുന്നതാണ്. ക്യാഷ് ട്രാപ്ഡ് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വോഡാഫോൺ ഐഡിയ. പക്ഷേ ഫണ്ട് റേസിംഗ് പ്ലാനായിട്ട് കുറച്ച് ഫണ്ടുകളൊക്കെ സ്വരൂപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ന്യൂസ് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. പക്ഷേ ഹ്യൂജ് ഇക്വിറ്റി ബേസുള്ള വോഡാഫോൺ ഐഡിയയ്ക്ക് എത്രത്തോളം വലിയ രീതിയിൽ മുന്നേറാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഓവറോൾ നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വോളറ്റൈൽ ട്രെൻഡാണ്. വോളാറ്റിലിറ്റി മാർക്കറ്റിൽ നല്ല രീതിയിൽ ഉണ്ടാവാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളെ സംബന്ധിച്ച് സെബിയുടെ ഡയറക്റ്റീവ് ഒക്കെ തന്നെയാണ് മാർക്കറ്റിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ IPO രംഗം നോക്കുകയാണെങ്കിൽ പോപ്പുലർ ഓട്ടോമൊബൈൽസ് കേരളത്തിൽ നിന്നുള്ള IPO ആണ്. ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് റിലേറ്റഡ് കമ്പനിയാണ്. പക്ഷേ ഇഷ്യൂ പ്രൈസ് അപ്പർ ബാൻഡ് വരുന്നത് 295 രൂപ പെർ ഷെയറാണ്. 2 രൂപയാണ് ഫേസ് വാല്യൂ. നാളെയും കൂടിയാണ് IPO ഓപ്പൺ ആയിട്ടുള്ളൂ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അതോടൊപ്പം തന്നെ SME IPO ഉണ്ട്. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സിഗ്നോറിയ ക്രിയേഷൻ ലിമിറ്റഡ്. SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് സിഗ്നോറിയ ക്രിയേഷൻ ലിമിറ്റഡിൽ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് ഹയർ ലെവലിൽ വരുമ്പോഴും നല്ല പ്രോഫിറ്റബിലിറ്റിയുള്ള സ്റ്റോക്കുകളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.